RSS മേധാവി മോഹൻ ഭാഗവത് ജിക്ക് നേരെ വധശ്രമം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അത് ഇന്നലെ രാത്രിയാണ് വധശ്രമം ഉണ്ടായത് എന്നുള്ളതിനെ പറ്റിയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കാൺപൂരിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രാമധ്യയാണ് ഈ വധശ്രമം ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. വിശദമായ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പോലീസ് അന്വേഷണം വളരെ കാര്യക്ഷമമായി ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ രാത്രി 7:15 ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ഫിറോസാബാദിൽ വെച്ചാണ് അദ്ദേഹം സഞ്ചരിച്ച ട്രെയിനിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം സഞ്ചരിക്കുന്ന ട്രെയിനിലെ സെയിം കോച്ചിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതായത് ആ ട്രെയിനിൻ്റെ മറ്റേതെങ്കിലും ഭാഗമല്ല, അദ്ദേഹം സഞ്ചരിച്ചിരിക്കുന്ന കോച്ചിൻ്റെ അതേ ഭാഗത്ത് ആ കോച്ച് തന്നെയാണ് ആക്രമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് RSSന്റെ മേധാവിയായിട്ടുള്ള സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭാഗവത് എന്ന് പറയുന്നത്. നിസ്സാരപ്പെട്ട മനുഷ്യനല്ല. ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയുടെ, ഏറ്റവും വലിയ സേവന പ്രവർത്തനത്തിൻ്റെ, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ രാജ്യം നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ പ്രധാനമന്ത്രി അടക്കം അംഗമായിട്ടുള്ള ഒരു സംഘടനയുടെ മേധാവിക്ക് നേരെയാണ് ഇത്തരത്തിൽ വധശ്രമം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ, ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നം ഉയർന്നു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് നേരെ വധശ്രമം ഉണ്ടായിരിക്കുന്നു. ഇത് രാജ്യത്തിന് നേരെയുള്ള ഒരു ആക്രമണമായിട്ടാണ് വിലയിരുത്തേണ്ടത്. കൃത്യമായി പറയുകയാണെങ്കിൽ ഈ സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. കാൺപൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുന്ന സ്വർണ്ണ ശതാബ്ദി എക്സ്പ്രസിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പറയുന്ന ട്രെയിൻ നമ്പർ, അതായത് 1203 സ്വർണ്ണ ശതാബ്ദി എക്സ്പ്രസിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. റാസുൽപൂർ ദക്ഷിൺ പോലീസ് സ്റ്റേഷൻ അതിർത്തി പ്രദേശത്ത് വെച്ചാണ് ഈ ട്രെയിനിന് നേരെ ഗുരുതരമായ രീതിയിൽ വലിയ തോതിലുള്ള കല്ലേറ് ഉണ്ടായിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് കോച്ചിലായിരുന്നു, അതായത് ഫസ്റ്റ് ക്ലാസ് AC കോച്ചിലായിരുന്നു ഇദ്ദേഹം ഉണ്ടായിരുന്നത്. ആ കോച്ചിൻ്റെ ചില്ലിന് നേർക്കാണ് ആക്രമണം ഉണ്ടായത്. ഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ സീറ്റ് ഈ ജനാലയിൽ നിന്ന് അല്പം മാറിയായതിനാൽ പരിക്കുകൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഈ കല്ലേറുണ്ടായ സീറ്റിലും ആളുണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് അവിടെ മറ്റാർക്കും പരിക്കേറ്റില്ല. അദ്ദേഹം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അദ്ദേഹത്തിനൊപ്പം തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങളും സെക്യൂരിറ്റി ഗാർഡ്സും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ടും അദ്ദേഹത്തിന് വലിയ പരിക്കുകൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഏതൊക്കെ വിധത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവാം എന്നുള്ളതിനെ പറ്റിയിട്ട് കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. കാരണം ഇത് ഒരു നിസ്സാരമായ ഒരു കല്ലേറല്ല. സാധാരണ നമ്മൾ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കുക ട്രെയിനുകൾക്ക് നേരെ ഉണ്ടാകുന്ന കല്ലേറുണ്ടല്ലോ സാധാരണഗതിയിൽ, വന്ദേ ഭാരതിന് നേരെ ഉണ്ടാകുന്ന കല്ലേറ്, അത്തരത്തിലുള്ള ഒരു കല്ലേറാണെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം ഈ ട്രെയിനിൽ സഞ്ചരിക്കുന്നത് രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയായ RSSന്റെ മേധാവിയാണ്, RSSന്റെ സർസംഘചാലകാണ്. അദ്ദേഹം സഞ്ചരിക്കുന്ന ട്രെയിനിന് നേർക്കാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത് ഒരു പരീക്ഷണമായിട്ട് വേണമെങ്കിലും കണക്കാക്കാം. ഒരു പരീക്ഷണം, എങ്ങനെയാണ് റിയാക്ഷൻ ഉണ്ടാവുക, അദ്ദേഹത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ എങ്ങനെ പ്രതികരിക്കപ്പെടും, ഇതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കാം ഈ നടന്നത്. പോലീസിൻ്റെ ആക്ഷൻ എങ്ങനെയാണ്, എങ്ങനെ നടപടിയെടുക്കും, ഇതിൽ അലർട്ടാവുമോ, ഇതിൽ വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടാകുമോ, ജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള വികാരം എന്തായിരിക്കും, RSSന്റെ പ്രതികരണം എന്തായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ, പരിശോധിക്കാനുള്ള ഒരു ശ്രമമായിട്ട് വേണം ഇതിനെ കാണാൻ. വെറും ട്രെയിനിന് നേർക്കുള്ള കല്ലേറല്ല ഇത്. പല ഭാഗത്തും വന്ദേ ഭാരത് ട്രെയിൻ കാണുമ്പോൾ തന്നെ പാകിസ്ഥാൻ്റെ മനസ്സുള്ളവന്മാർക്ക് ചൊറിച്ചിലാണ്. കാരണം പാകിസ്ഥാൻ്റെ ട്രെയിനിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോകുന്ന 90% ട്രെയിനുകളും കേടുപിടിച്ചതും തുരുമ്പിച്ചതുമാണ്. അതിൻ്റെ ഈ ബാത്റൂമിൻ്റെ 2 ബോബികളെ കണക്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് പോകരുത് ട്രെയിൻ സഞ്ചരിക്കുമ്പോൾ എന്നുവരെ വാണിംഗ് കൊടുക്കാറുണ്ട്. കാരണം ആ ഭാഗമൊക്കെ തുരുമ്പ് എടുത്ത് നശിച്ചിരിക്കുന്നത് കൊണ്ട് അവിടെ വീണ ആൾക്കാർക്ക് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ പാകിസ്ഥാൻ ട്രെയിനിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ അടിച്ചു നോക്കിയാൽ 100 കണക്കിന് കാണാൻ കഴിയും. തകർന്ന് നശിച്ച് ഇല്ലാതായിരിക്കുന്ന ട്രെയിനുകളാണ് പാകിസ്ഥാൻ്റെ പക്കലുള്ളത് എന്നുള്ളതാണ്. പല രാജ്യത്ത് നിന്ന് സെക്കൻഡ് ഹാൻഡ് വിലകൾക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള പാകിസ്ഥാനേക്കാൾ മികച്ച ട്രെയിനുകൾ, നല്ല 1ാം ക്ലാസ് ട്രെയിനുകൾ, ലോകോത്തരമായ തീവണ്ടികൾ തദ്ദേശീയമായി നിർമ്മിച്ച് നമ്മൾ അതിൽ സഞ്ചരിക്കുമ്പോൾ പാകിസ്ഥാൻ്റെ മനസ്സുള്ള, ഈ രാജ്യം നന്നാവുന്നത് കണ്ടാൽ കണ്ണുകടിയുള്ള കുറേ ജന്മങ്ങളുണ്ട്. അവന്മാർക്കൊക്കെ കണ്ണുകടി കയറിയിട്ട് കല്ലെറിയും. പക്ഷേ ഇതങ്ങനെയല്ല. RSS മേധാവിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ എങ്ങനെ പ്രതികരണം ഉണ്ടാകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വിലയിരുത്തലാവാം. അദ്ദേഹത്തിന് വലിയ തോതിലുള്ള ഭീഷണികൾ അല്ലെങ്കിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതായത് പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ മുതൽ പാകിസ്ഥാനിലെ
മന്ത്രിമാർ വരെ അദ്ദേഹത്തിന് നേരെ ഭീഷണി മുഴക്കിയിട്ടുള്ള വാർത്തകൾ നമുക്കറിയാവുന്നതാണ്. നാഗ്പൂരിനെ ആക്രമിക്കാൻ വരെ പാകിസ്ഥാന്റെ നീക്കങ്ങൾ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് നാഗ്പൂർ, അതായത് RSSന്റെ കാര്യാലയം, ഏറ്റവും വലിയ ആസ്ഥാനം, അത് സ്ഥിതി ചെയ്യുന്ന ആ മേഖലയിലേക്ക് ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ നേരത്തെ പുറത്തു വന്നതാണ്. അതായത് പാകിസ്ഥാന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഇല്ലെങ്കിൽ ടാർഗറ്റിലുള്ള ഒരാളാണ് മോഹൻ ഭാഗവത് എന്നാണ്. പക്ഷേ അവർക്ക് അദ്ദേഹത്തിൻ്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല എന്നുള്ളത് അവർക്കറിയില്ല. രാജ്യത്തിൻ്റെ സൈന്യം വേണ്ട, ആ സൈന്യം ഒന്ന് മാറി നിന്ന് തന്നാൽ മതി. ഇന്ത്യയിലുള്ള RSSകാർ മാത്രം വിചാരിച്ചാൽ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമുണ്ടല്ലോ, പിന്നെ അവന്മാർക്ക് വേണ്ടി ഇവിടെ കിടന്ന് കുറയ്ക്കുന്ന കുറേ എണ്ണം ഉണ്ടല്ലോ, അവനെയൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാൻ RSS എന്ന് പറയുന്ന സംഘടനയ്ക്ക് നിമിഷങ്ങൾ മതി എന്നുള്ളതാണ്. പക്ഷേ അത് ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ക്രമസമാധാനത്തോട്, ഇവിടുത്തെ നീതിന്യായ സംവിധാനങ്ങളോടുള്ള നിരന്തരമായ കൂറാണ്. അങ്ങനെ ഒരിക്കലും RSS ചെയ്യാതിരിക്കുന്നതിന് കാരണവും അതുതന്നെയാണ്. അതൊരിക്കലും ചെയ്യില്ല എന്ന ദൃഢനിശ്ചയമെടുത്തിരിക്കുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. ഈ രാജ്യത്തോടും ഈ വ്യവസ്ഥിതിയോടുമുള്ള കൂറ്. ഇവിടെ ഉണ്ടാകുന്ന ഏതൊരാക്രമണവും കലാപവും അക്രമവും അത് നമ്മുടെ സ്വൈര ജീവിതത്തെ, നമ്മുടെ നാടിൻ്റെ സൗഹാർദ്ദത്തെ ഇല്ലായ്മ ചെയ്യും. ഇവിടുത്തെ മതങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെന്നെത്തിക്കുമോ എന്നൊക്കെയുള്ള ഭയമുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന മനസ്സിൻ്റെ ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം ഒരിക്കലും ഈ സംഘടന എടുക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്. അതാണ് RSSന്റെ സ്വഭാവം. ഒരു കലാപവും നടക്കാൻ, ഒരക്രമവും നടത്താൻ ഈ സംഘടന അനുവദിക്കില്ല. അതുകൊണ്ട് എല്ലാ അക്രമങ്ങളെയും എല്ലാ തെമ്മാടിത്തരങ്ങളെയും വകവെച്ച് തരുമെന്നും വിചാരിക്കരുത്. അതിനെതിരെ ശക്തമായും കൃത്യമായും പ്രതികരിക്കാനുള്ള ശേഷിയും RSSനുണ്ട്. RSSന്റെ മേധാവി പോയിട്ട് ഒരു പ്രവർത്തകന്റെ രോമത്തിൽ പോൽ തൊടാനും ഈ പാകിസ്ഥാൻ മനസ്സുള്ള ഒരുത്തനെയും ഇവിടെ അനുവദിക്കില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. എങ്കിലും ഇത് നിസ്സാരമായി കാണാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം, Z+ സെക്യൂരിറ്റി കൊടുത്ത് നമ്മളുടെ രാജ്യം കാത്തു രക്ഷിക്കുന്ന ഒരു മഹാനായ വ്യക്തി, അദ്ദേഹത്തിന് നേർക്ക് ഒരു ആക്രമണം ഉണ്ടാകുന്നത് ഒരിക്കലും പൊറുക്കാനാവുന്ന കാര്യമല്ല എന്നുള്ളതാണ്. അദ്ദേഹം സഞ്ചരിക്കുന്ന ട്രെയിൻ ടാർഗറ്റ് ചെയ്യുന്നു. ആ ടാർഗറ്റ് ചെയ്യുന്ന ട്രെയിനിൽ അദ്ദേഹം ഏത് കോച്ചിലാണെന്ന് അറിയുന്നു. ആ കോച്ചിന് നേർക്ക് കൃത്യമായിട്ട് കല്ലെറിയുന്നു, അതും ഫിറോസാബാദിൽ വെച്ച്. ഇത് എങ്ങനെ സംശയിക്കാതിരിക്കും? ഇതൊരു ഭീകരാക്രമണത്തിൻ്റെ ടെസ്റ്റ് റൺ അല്ല എന്നുള്ളത് എങ്ങനെ നമുക്ക് അറിയാൻ കഴിയും? ഒരിക്കലും നമുക്ക് അതിനെ വെറുതെ കാണാൻ, വില കുറച്ച് കാണാൻ കഴിയില്ല. ഇത് അവരുടെ ഒരു ടെസ്റ്റ് ഡോസാണ്. എന്താണ് പ്രതികരണം എന്നറിയാൻ വേണ്ടിയിട്ടുള്ളത്. അത് തന്നെയാണ് നടന്നിരിക്കുന്നത്. പോലീസ് ഈ പറയുന്ന അവിടുത്തെ ADGP ആയിട്ടുള്ള, ആഗ്ര സോൺ ADGP ആയിട്ടുള്ള SK ഭാഗവത് ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു ആക്രമണമാണ് നടന്നത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോച്ചിൽ അദ്ദേഹം ഉണ്ടായിരുന്നെന്നും പരിക്കേറ്റിട്ടില്ല എന്നും ഉറപ്പിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ആ CCTV ദൃശ്യങ്ങളിൽ ബന്ധപ്പെട്ട ഒരാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് അദ്ദേഹത്തിന്. അതായത് മോഹൻ ഭാഗവത് ജിക്ക് Z+ സെക്യൂരിറ്റിയാണ് നമ്മുടെ രാജ്യം ഒരുക്കിയിട്ടുള്ളത്. രാജ്യത്തെ Z+ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതമായ സെക്യൂരിറ്റിയാണ്. 58 കമാൻഡോകൾ അടക്കമുള്ള ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളുള്ള, മുന്നിലും പിന്നിലും എസ്കോട്ടും പൈലറ്റും സുരക്ഷാ സംവിധാനങ്ങളുമുള്ള ഒരു ക്രമീകരണമാണ് Z+ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി ലിയാസൺ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ കൂടി ഇപ്പോൾ അഡീഷണൽ ആയിട്ട് അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ചേർത്തിട്ടുണ്ട്. അതായത് വിവിധ ഏജൻസികളുടെ ഏകോപനം. ആ ഏകോപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എവിടെയൊക്കെ പോകുന്നുണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിനെല്ലാം മുന്നോടിയായി അതെല്ലാം ചാർട്ട് ചെയ്ത് ആ പോകുന്ന സ്ഥലങ്ങൾ സുരക്ഷിതമാക്കുക, ആ പോകുന്ന വാഹനങ്ങൾ സുരക്ഷിതമാക്കുക, ആ വാഹനങ്ങളിൽ മതിയായിട്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ ആരോഗ്യം, അതുപോലെ എമർജൻസി സംവിധാനങ്ങൾ, റെസ്ക്യൂ സംവിധാനങ്ങൾ, പോലീസ്, ഇൻ്റലിജൻസ് വിങ്ങുകൾ തുടങ്ങിയ വിവിധ വിങ്ങുകളെ ഏകീകരിച്ചു കൊണ്ടുള്ള അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി ലിയാസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ കൂടി അദ്ദേഹത്തിൻ്റെ മോഹൻ ഭാഗവതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളോട് കൂടിയാണ് അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കുന്നത്. ആ സുരക്ഷയ്ക്കിടയിലാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ. അതായത് മറ്റൊരിടത്തും അദ്ദേഹത്തിൻ്റെ രോമത്തിൽ പോലും തൊടാനായിട്ട് കഴിയില്ല. കാരണം അത്രയേറെ കവചിതമായിട്ട്, അത്രയേറെ സുരക്ഷയോടുകൂടിയാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അവിടെ ആക്രമിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അദ്ദേഹം സഞ്ചരിക്കുന്ന ട്രെയിൻ നേരത്തെ തന്നെ ലക്ഷ്യം വെച്ച് ഏത് കോച്ചിലാണ് അദ്ദേഹം പോകുന്നത് എന്നുറപ്പിച്ച്, ഏത് ട്രാക്ക് വഴിയാണ് പോകുന്നത് എന്നുറപ്പിച്ച് അവിടെ വെച്ച് കല്ലെറിയുന്നത് ഒരു പരീക്ഷണമാണ്. അടുത്തത്
ആ കല്ലിന് പകരം ഒരു ഗ്രനേഡോ ഒരു ബോംബോ ആണെങ്കിൽ എന്ത് സംഭവിക്കും? രാജ്യത്തിനകത്ത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിദേശ ശക്തികളടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. അതിനു വേണ്ടിയിട്ട് അവർക്ക് ഇന്ത്യക്കകത്ത് പാകിസ്ഥാനികളുടെ ഏജന്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിന് സംശയമില്ല. പക്ഷെ മോഹൻജി ഭാഗവതിൻ്റെ ഒരു രോമത്തിൽ തൊട്ടാൽ ഇവിടെ അവനൊന്നും സ്വസ്ഥമായി കിടന്നുറങ്ങില്ല. ഇവിടുത്തെ പോലീസിൻ്റെ പട്ടാളത്തിൻ്റെ ഉണ്ട കയറും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. RSS എന്ന് പറയുന്ന സംഘടനയെ കയ്യിൽ ദണ്ഡയാണ് കൊണ്ട് നടക്കുന്നത്. ആ ദണ്ഡ മാറ്റിയിട്ട് മറ്റൊരു ആയുധം എടുത്താലുണ്ടല്ലോ, പിന്നെ ഇത്തരത്തിൽ ഈ പാകിസ്ഥാൻ മനസ്സുള്ളവന്മാരുണ്ടല്ലോ, ഈ പാകിസ്ഥാനികളുണ്ടല്ലോ, അവൻ്റെയൊക്കെ അന്ത്യമായിരിക്കും, അവസാനമായിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാർ, ഏതെങ്കിലും തരത്തിലുള്ള വിധ്വംസക ഏജൻസികൾ വിദേശത്ത് നിന്ന് ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെയൊക്കെ സമയമെടുത്തിരിക്കുന്നു. ഇത് UP പോലീസ് മാത്രമായിരിക്കില്ല ഇറങ്ങുന്നത്, ഇത് ഡോവലിൻ്റെയും അമിത്ഷായുടെയും പട്ടാളം വരെ ഇറങ്ങി തീർക്കാൻ പോകുന്ന കണക്കായിരിക്കും. അതുകൊണ്ടാണ് ആരാണ് മോഹൻ ഭാഗവത് എന്ന് കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. RSSൻ്റെ മേധാവിയാണ് അദ്ദേഹം. ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സംഘടനയുടെ, ഏറ്റവും വലിയ പുരുഷാരത്തിൻ്റെ, ഏറ്റവും വലിയ സേവനത്തിൻ്റെ, മാതൃഭക്തിയുടെ, ഭഗവത് ആശീർവാദത്തിൻ്റെ ഒരു സംഘടനയാണത്. അതിനെ തൊടാൻ, അതിനൊരു പോറലേൽപ്പിക്കാൻ 100 വർഷമായിട്ട് ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇനിയൊരു 200 വർഷവും ഇനിയൊരു 1000 വർഷവും അതിനെ തൊടാൻ ആർക്കും കഴിയില്ല. അതാണ് അതിൻ്റെ ശക്തി, അതാണ് അതിൻ്റെ സ്ഥിരത, അതാണ് അതിൻ്റെ കെട്ടുറപ്പ്. അതിനെ തകർക്കാൻ ആർക്കുമാകില്ല. മോഹൻജി ഭാഗവത് നേരെ നടന്ന ഈ ആക്രമണം ഏറ്റവും അപലപനീയമാണ്. ഇതിനെ രാജ്യം ഒറ്റക്കെട്ടായി ചേർത്ത് തോൽപ്പിക്കും.